കാറുകളിലും നമ്മുടെ വാഹനത്തിലുമൊക്കെ ഡാഷ് ക്യാം ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആവശ്യകതയെ പറ്റി ഇപ്പോൾ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇഗ്നീസിലും ഒരു ഡാഷ് ക്യാം കുറച്ച് മുന്നേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 70 എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ടോപ്പ് ആൻഡ് മോഡലാണ്. അഡാസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായ കാര്യമായിരുന്നു, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ക്യാമറ, ഡാഷ് ക്യാമറ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന്. അപ്പം എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 70 എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു അഫോർഡബിൾ റേറ്റിൽ നമുക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു മോഡൽ ഡാഷ് ക്യാമാണ്. M310 എന്നാണ് മോഡലിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വരുന്നത് 3999 രൂപ, 4000 രൂപയാണ് ഓഫർ പ്രൈസിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അല്ലെങ്കിൽ ഇവരുടെ സൈറ്റിലും ഒക്കെ വാങ്ങാൻ പറ്റുന്നത്. MRP എന്ന് പറയുന്നത് 8000 രൂപയാണ്. അപ്പോൾ നല്ലൊരു ഓഫറിൽ ഇപ്പോൾ ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമുക്കിപ്പം ഈ ഒരു M310 ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയുണ്ടെന്നല്ലേ. അപ്പം ഇത് തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്കൊരു യൂസർ മാനുവൽ കാണാം. അതോടൊപ്പം തന്നെ നമുക്ക് ഡസ്റ്റൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി, ഗ്ലാസ്സിലെ ഡസ്റ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ആകുന്ന 2 സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ നമുക്കിതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡാഷ് ക്യാം വരുന്നത്. വളരെ കോമ്പാക്റ്റും വളരെ ന്യൂ ഒരു ഡിസൈനിലാണ് ഇത് കാണുന്നത്. മുന്നേ കണ്ട മോഡൽസിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് വളരെ സിമ്പിളാണ്. സ്ക്രീനോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ ആണ് നമുക്ക് കുറേ കാര്യങ്ങൾ, അതായത് നമുക്ക് റെക്കോർഡ് ചെയ്ത ഫയൽസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ചാർജിങ് പോർട്ടിൽ കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കണക്ടർ വന്നിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ബോക്സിലുണ്ട്. അപ്പോൾ നമ്മുടെ കാറിൽ ഇതേ പുതിയ ഡാഷ് ക്യാം ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആണ് നമ്മുടെ കാറിലിരുന്ന മോഡൽ. 70 തന്നെ 4K സപ്പോർട്ട് ചെയ്യുന്ന ഡാഷ് ക്യാമറയാണ്. ടോപ്പ് എൻഡ് മോഡലാണ്. അപ്പം കണ്ടൊരു അഡ്വാൻറ്റേജ് പാർട്ട് ആദ്യം തന്നെ പറയാം. അതായത് ഈ ഒരു മോഡലിൽ വരുന്നത് C കേബിൾ ആണ് കേട്ടോ. നോർമൽ ഡാഷ് ക്യാംസിലൊക്കെ വരുന്നത് ചെറിയ കേബിൾസ് ആയിരിക്കും. അതിൽ നിന്ന് മറ്റ് C കേബിൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പ് എൻഡിലും C കേബിൾ തന്നെയാണ് കണക്ടർ. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഈ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് സ്ട്രെയിറ്റ് ഒരു ആക്സറി ഷോപ്പിൽ പോയിട്ട് സ്ട്രെയിറ്റ് ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു കണക്ഷൻ പോയേക്കുന്നത്. അതുകൊണ്ട് 24/7 പാർക്കിംഗ് സർവൈലൻസ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പം സ്ട്രെയിറ്റ് കണക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെയുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ ചാർജറിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കേബിൾ കണക്ട് ചെയ്യാം. പക്ഷേ അതിലും നല്ലത്, കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് ഇതുപോലെ എപ്പോഴും കണക്ട് ചെയ്ത് പെർമനൻ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും C കേബിൾ സപ്പോർട്ട് ഈ ഒരു ഡാഷ് ക്യാമിൽ വരുന്നതുകൊണ്ട് അത് സ്ട്രെയിറ്റ് ഈ ഒരു കണക്ടറിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്തത് അതാണ്. അപ്പോൾ ഈ ഒരു ഡാഷ് ക്യാമിൻ്റെ സ്പെക്ക് നോക്കുമ്പോഴത്തേക്കും ഇതൊരു 2K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡാഷ് ക്യാമാണ്. ഇപ്പോൾ നമ്മൾ 70 തന്നെ പല വേരിയൻസ് ഉണ്ട്. 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 1080 തുടങ്ങിയിട്ടുള്ള പല മോഡൽസ്, അതായത് റേറ്റിനനുസരിച്ച് വ്യത്യാസമുണ്ട്. എങ്കിലും ഇത് 2K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളുണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്നത് 3MP 1296p റെസൊല്യൂഷനുള്ള ക്യാമറയാണ് കേട്ടോ. അപ്പം ഇമേജ് ക്വാളിറ്റി ഒക്കെ ഫാർ ബെറ്റർ ആണ് കമ്പയർഡ് ടു 1080 വെച്ച് നോക്കുമ്പോഴത്തേക്കും 1.5 ടൈംസോളം നല്ല രീതിയിലുള്ളൊരു ഡെലിവറി, നല്ല രീതിയിലുള്ളൊരു ഔട്ട് കിട്ടുന്നുണ്ട്. വൈബ്രൻറ്റ് കളേഴ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഓവറോൾ നമുക്ക് വൈഡ് ആംഗിൾ നോക്കുമ്പോഴത്തേക്കും 130 ഡിഗ്രി വൈഡ് ഫീൽഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കിട്ടുന്നത്. f2.0 ലാർജ് അപ്പാച്ചർ ഫീൽഡ് വീഡിയോയും കിട്ടുന്നുണ്ട്. അപ്പം എന്തായാലും വളരെ വൈഡ് ആയിട്ടുള്ള ഏരിയ നല്ല രീതിയിൽ ഇപ്പോൾ ബോണറ്റ് ടു ബോണറ്റ് ആണെങ്കിലും അല്ലെ ഔട്ട്സൈഡ് നല്ല വൈഡ് ആയിട്ട് തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ഓവറോൾ. അപ്പോൾ നമ്മൾ ജസ്റ്റ് 70 ആ ഒരു ആപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കണക്ട് ചെയ്തു. നോക്കിയേ, നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. സോ അതിൽ തന്നെ നമുക്ക് ഡേറ്റ്, ടൈം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വൈഡ് ആംഗിൾ വ്യൂ നോക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഇത്രയും ഒരു വൈഡ് ഏരിയയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ജസ്റ്റ് നമുക്ക് ഇതിൽ ഈ ഒരു ഡാഷ് ക്യാമിൽ വോയിസ് കമാൻഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് കമാൻഡ്സ് നോക്കാം. ടേക്ക് ഫോട്ടോ, കണ്ടോ, ഫോട്ടോ ഇപ്പോൾ ക്യാപ്ചർ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ വോയിസ് കമാൻഡ് കൊടുത്താൽ മതി. ജസ്റ്റ് നമുക്ക് ആൽബംസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എടുത്ത ഫോട്ടോ ജസ്റ്റ് നോക്കാവേ. കണ്ടല്ലോ, ഫോട്ടോ എന്തായാലും ഗ്യാലറിയിലുണ്ട്. അതേപോലെ തന്നെ ഇത്രയും നേരം റെക്കോർഡ് ചെയ്തിട്ടുള്ള ഫുൾ വീഡിയോസും കാര്യങ്ങളും നമുക്കിതിൽ കാണാം. അത് നമുക്ക് 3 മിനിറ്റ് വേണമെങ്കിൽ അങ്ങനെ, 2 മിനിറ്റ്, 1 മിനിറ്റ് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ഏത് ഓപ്ഷൻസിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ എമർജൻസി വീഡിയോ റെക്കോർഡിംഗ് പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ ലൂപ്പ് റെക്കോർഡിംഗ്, കൊളീഷൻ ഡിറ്റക്ഷൻ, ടൈം ലാപ്സ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, 24 hours പാർക്കിംഗ് സർവൈലൻസ് പോലെ കുറേ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് ഈ ഒരു ഡാഷ് ക്യാമിൽ നിന്ന് കേട്ടോ. ജസ്റ്റ് ഇനി 70 ആപ്പിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ശരിക്കും നമുക്ക് ഈ വീഡിയോയുടെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫയൽസ് ഡൗൺലോഡ് ചെയ്ത് മൊബൈലിലേക്ക് എടുക്കാനൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. അതിൽ ആൽബംസ് ഓൾറെഡി നിങ്ങൾ കണ്ടു. അതുകൂടാതെ ജസ്റ്റ് സെറ്റിങ്സിൽ നോക്കുവാണെങ്കിൽ ഇതുണ്ടോ, വീഡിയോ എൻകോഡിംഗ് ഫോർമാറ്റ്, വീഡിയോ റെസൊല്യൂഷൻ, വീഡിയോ ക്ലിപ്പ് ഡ്യൂറേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ലോഗോ വേണമെങ്കിൽ അങ്ങനെ, ഹാൻഡി ഫ്ലിക്കർ ഓപ്ഷനുണ്ട്, കൊളിഷൻ ഡിറ്റക്ഷൻ ഓണ്, ഡ്യൂറേഷൻ അൺലിമിറ്റഡ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്, ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, എമർജൻസി വീഡിയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, വോയിസ് കൺട്രോള്, അങ്ങനെ ഉണ്ട്, നമ്മുടെ സ്പീക്കറിൻ്റെ വോളിയം, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഈ ഒരു ആപ്പ് ത്രൂ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് മെയിനായിട്ട് ഒന്ന് പെയർ ചെയ്ത് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ, ഹോട്ട്സ്പോട്ട് ത്രൂ കണക്ട് ചെയ്തിടണം. അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു 70 മൈയുടെ
ഈ ഒരു മോഡലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു M310 എന്നുള്ള മോഡൽ ജസ്റ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ഇവരുടെ സൈറ്റിലോ ഒക്കെ ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും തന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫർ പ്രൈസ് ആണ് കേട്ടോ, ഈ പറഞ്ഞ 4000 രൂപയ്ക്കുള്ളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലേക്കൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ നൈറ്റ് വിഷൻ എങ്ങനെയുണ്ടെന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നൈറ്റ് വ്യൂവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ 70 M310 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു. ഒരു അഫോർഡബിൾ റേറ്റിൽ, അതേപോലെ തന്നെ ഒരു എൻട്രി ലെവൽ 70 സൈഡിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഔട്ട് വരുന്ന നല്ലൊരു ഡാഷ് ക്യാം ആണിത് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഡാഷ് ക്യാംസ് ഒക്കെ നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.